വള്ളുവനാട്ടെ വിഷുക്കാഴ്ചകൾ അത് വളരെ പ്രത്യേകതയുള്ളതാണ്. അവിടെ ഒരുപാട് പ്രത്യേക തരത്തിലുള്ള ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ CV അനുമോദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട്. അനുമോദ്, അപ്പോൾ വള്ളുവനാട്ടിലെ വിശേഷങ്ങൾ പങ്കുവെക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാണാം അനുമോദിലെ. നമസ്കാരം. വിഷു ദിവസം നമുക്കെല്ലാം ഓരോ നാട്ടിൽ ഓരോ തരത്തിലാണ് ആഘോഷിക്കുന്നത്. അതിൻ്റെ ആചാരങ്ങളൊക്കെ വ്യത്യസ്തമാണ്. നമ്മളുള്ളത് മലപ്പുറം പെരിന്തൽമണ്ണയിൽ, അതായത് ഒരു വള്ളുവനാടൻ ശൈലിയിലുള്ള വിഷു ആഘോഷമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇവിടെ വിഷുവിൻ്റെ അന്ന് രാവിലെ കൈക്കോട്ട് പൂജിക്കുക, അതേപോലെ വിഷുച്ചാലി കീറുക, അങ്ങനെ കുറേ ചടങ്ങുകളാണുള്ളത്. ഞാൻ നിൽക്കുന്നത് എൻ്റെ വീട്ടിൽ തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് കാഴ്ചകൾ കാണാം. അച്ഛനാണ് ഈ ദിവസം പൂജകൾ, ഇവിടുത്തെ ആചാരപ്രകാരം നമ്മൾ ചെയ്യുന്ന, കാലങ്ങളായി ചെയ്യുന്ന പൂജകളാണ്. അതായത് ഒരു കാർഷിക സംസ്കൃതിയുടെ ഭാഗമാണ് വിഷു ആഘോഷം. അപ്പോൾ കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ഈ കൈക്കോട്ട്, തൂമ്പ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെ പൂജിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുക. പക്ഷേ നമ്മൾ ഈ പൂജയുടെ സങ്കല്പം എന്താ? പൂജ നമ്മളൊരു കൃഷിക്ക് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രകൃതിയെയാണ് നമ്മളിപ്പോൾ പൂജിക്കുന്നത്. പ്രകൃതിയാണ് നമുക്ക് അനുകൂലമായിട്ടുള്ള കൃഷി കൊണ്ട് അഭിവൃദ്ധിയോ കാര്യങ്ങളും തരുന്നത്. അപ്പോൾ ആ പ്രകൃതിയെ നമ്മൾ പ്രീതിപ്പെടുത്തിക്കൊണ്ട് പ്രകൃതിയുടെ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, കൃഷി കാര്യങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പൂജയോടുകൂടി തുടങ്ങുന്നു. അതോടുകൂടി നമുക്ക് ശുഭമായിട്ടുള്ള കാർഷിക ഫലങ്ങൾ ഉണ്ടാവുമെന്നാണ് സങ്കല്പം. പണ്ടൊക്കെ ഇത് കഴിഞ്ഞാൽ പിന്നെ വിഷുച്ചാല് കീറുക, വിഷു അല്ലേ? അതെ, വിത്ത് വിതയ്ക്കുക. ഇതിന് ശേഷമാണ് ഈ ആയുധം കൊണ്ട്, വിത്ത് കോറിയും കൊണ്ട്, കൈക്കോട്ട് ചാലം കൊണ്ട് അതിൽ വിത്ത് വിതയ്ക്കുന്നു. പിന്നെ അതുമായിട്ടാണ് നമ്മൾ പണിക്ക് ഇറങ്ങുക. എന്താ നേദിക്കണേ? ഇന്നിപ്പോൾ അത് അട ഉണ്ട്, പഴമുണ്ട്, ശർക്കര തുടങ്ങി പ്രകൃതിയെ ആരാധിക്കുക അല്ലേ? അതെ, സത്യം ചർപ്പാൻ ജാമി. ഇവിടെ ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട്, ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള പൂജകൾ വെക്കുമ്പോൾ തന്നെ അപ്പുറത്ത് ആഘോഷങ്ങളുണ്ട്. നമുക്ക് കുട്ടികളുടെ ആ ഒരു ആഘോഷം കൂടി ഒന്ന് കാണാം. വിഷു എന്ന് വെച്ചാൽ കുട്ടികൾക്ക് പൂത്തിരിയും കമ്പിത്തിരിയും അതോടൊപ്പം വിഷു കഴിഞ്ഞിട്ടൊക്കെയാണ്. ഇതാ, ആഹാ, എന്താണ് വിഷുവിന്റെ ആഘോഷം? എങ്ങനെയാ? പിന്നെ എങ്ങനെയാ ആഘോഷം? ഞാനുട്ടാ ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എല്ലാവർക്കും എന്റെ വക ഹാപ്പി വിഷു. എന്താ വിഷു ദിവസം പരിപാടി? പടക്കം അങ്ങനെ പൊട്ടിക്കുക. പിന്നെ രാവിലെ നീക്കുമ്പോ കണി കണ്ടു. വിഷുകടം കിട്ടിയോ? ആ, കിട്ടി. വിഷുകടം കിട്ടി. അപ്പൊ എല്ലാരും സന്തോഷിച്ചിരിക്കുന്നു. അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് വിഷുവിൻ്റെ ആഘോഷങ്ങൾ. എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഇനിയുള്ള സമയം കളിക്കുക. ഓക്കെ. അതാണ് ഈ പൂജയുടെ ചടങ്ങുകളൊക്കെ. അങ്ങനെയാണ് ഇവിടെ ചടങ്ങുകളും ഇതേ സമയത്ത് പൂർണ്ണമായിട്ടുണ്ട്. അങ്ങനെയാണ് വള്ളുവനാടിൻ്റെ വിഷു ആഘോഷങ്ങളും ആചാരങ്ങളൊക്കെ. എൽദോ റൈറ്റ്, അനുമോദാണ് നൽകിയത് വിവരങ്ങൾ. നമ്മൾ വള്ളുവനാട്ടിലെ വിഷുവിൻ്റെ രീതികളും ആഘോഷങ്ങളൊക്കെ അത് വ്യത്യസ്തമാണ്. നമുക്ക് കാഴ്ചകളിൽ തന്നെ മനസ്സിലാകും. രാവിലെ അവിടെ കുട്ടികളുടെ ആഘോഷവും അതിൻ്റെ ഒപ്പം തന്നെ അനുമോദിൻ്റെ അച്ഛനവിടെ കാർഷിക ആയുധങ്ങൾ അതൊക്കെ പൂജ ചെയ്യുന്നതൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ പലവിധ കാഴ്ചകളാണ്. പലയിടത്തുനിന്നാണ് നമ്മൾ ചേർന്നത് വിഷു ദിനത്തിൽ രാവിലെ. അപ്പോൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് വിഷു ആശംസകൾ നേരുകയാണ്. അനുമോദിനും ഫാമിലിക്കും വിഷു ആശംസകൾ നേരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.